എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ശ്രീ എം എൻ കാരശ്ശേരി, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പതിവില്ലാത്ത വിധം തുടർഭരണമുണ്ടാകും എന്ന ഉറച്ച ആത്മവിശ്വാസം ഭരിക്കുന്ന സർക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് അമിതമായ ആത്മവിശ്വാസമാണെന്നും ഉറപ്പായും ഞങ്ങൾ തന്നെ ഭരണത്തിൽ തിരിച്ചുവരും എന്ന് പ്രതിപക്ഷവും അവകാശപ്പെടുന്നുണ്ട്. ബി.ജെ.പിയും കരുത്ത് കാണിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് കേരളത്തിന് മുന്നിൽ ആവർത്തിച്ചു പറയുന്ന ഒരു മാസം കഴിഞ്ഞാണ് നാളെ കേരളത്തിന്റെ വോട്ടർമാർ ബൂത്തിലേക്ക് കടക്കുന്നത്. മക്കളുടെ രാഷ്ട്രീയത്തിൽ ഒരു അറുതി വരുത്തണം. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ അംഗങ്ങളോ അനുയായികളോ അനുഭാവികളോ അല്ല ഇവിടുത്തെ ഭരണം തീരുമാനിക്കുന്നത്. നീയൊക്കെ കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF തുടർന്ന് വരണം. അപ്പൊ അതുകൊണ്ട് നിഷ്പക്ഷ വോട്ടർമാരാണ് കേരളത്തിലെ നിർണായക ശക്തി. രാഘവൻ പറഞ്ഞത് വാസ്തവം. നമ്മൾ പറയാറുണ്ടല്ലോ ഡിസൈസീവ് ഫോഴ്സ്. നിർണായക ശക്തി എന്ന് പറയുന്നത് ഇവിടെ LDF-ന്റെയോ UDF-ന്റെയോ അംഗങ്ങളോ അനുയായികളോ അനുഭാവികളോ അല്ല. ഇവിടുത്തെ നിർണായക ശക്തി എപ്പോഴും നിഷ്പക്ഷ വോട്ടർമാരാണ്. നിഷ്പക്ഷം ഞാൻ പറഞ്ഞത് അവരൊരു പാർട്ടിയുടെ അണികളോ അനുയായികളോ അല്ല എന്ന അർത്ഥത്തിലാണ്. അവർക്ക് രാഷ്ട്രീയമില്ല, അവര് അരാഷ്ട്രീയക്കാരാണ് എന്ന അർത്ഥത്തിലേ അല്ല. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. അതുകൊണ്ട് അവരാണ് ഇവിടുത്തെ നിർണായക ശക്തി, ജനങ്ങളാണ് മേലെ എന്ന് എപ്പോഴും കേരളീയ സമൂഹം ആവർത്തിച്ചുറപ്പിക്കാറുണ്ട് ഓരോ ഇലക്ഷനും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. കാരശ്ശേരി മാഷ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടുകൾ അവരാണ് ഡിസൈസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ കാല സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ. അത് നമ്മൾ കുറേ മാസങ്ങളായി ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് എന്ത് സർവേ വന്നാലും ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട്, ഒരു ആന്റി വേവ് ഉണ്ട്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകടന പത്രികയിലെ പോസിറ്റീവ് വശം ഒരു സൈഡില്, മറു സൈഡില് കഴിഞ്ഞകാല സർക്കാരിന്റെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന വിരസത തോന്നും. ഓരോ കാര്യങ്ങൾ, സ്പ്രിംഗ്ലർ ആയിക്കോട്ടെ, ഈ ആഴക്കടൽ മത്സ്യബന്ധന കരാറിന്റെ കാര്യം ആയിക്കോട്ടെ, പിൻവാതിൽ നിയമനം, ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത് ബന്ധു നിയമനം തുടങ്ങി എല്ലാ കറണ്ടിന്റെ കച്ചവടത്തിന്റെ കാര്യത്തിൽ അദാനിയുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ശരത് ലാൽ, പിന്നെ ഷുഹൈബ് തുടങ്ങിയവരുടെ കൊലപാതകം, അങ്ങനെ മൈനസുകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ കഴിഞ്ഞകാല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടേഴ്സിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത മുറിവായിട്ട് തന്നെ കാണും. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. അവരുടെ വോട്ടെന്ന് പറയുന്ന അത് അവർ പ്രകടിപ്പിക്കില്ല. ഒരു സർവേയിൽ പോലും അവർ പങ്കെടുക്കാൻ തയ്യാറാവില്ല. അവരുടെ ഒരു ഇറിറ്റേഷൻ, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഞാൻ പറയട്ടെ, എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഈ PSC റാങ്ക് ലിസ്റ്റില് എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു അവർ ഉയർന്ന റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി, 77ാം റാങ്ക് കിട്ടിയ അനു എന്ന ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ഒരു സൊല്യൂഷൻ അല്ല ഒന്നിനും. പക്ഷെ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യമാണ്. അപ്പൊ അവരോടുള്ള ആ നിലപാടെന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അപ്പൊ നിഷ്പക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് മൈനസുകൾ കഴിഞ്ഞകാല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രകടന പത്രികയിലുണ്ട്. അത് വിശ്വസിക്കാവുന്ന ഒരു പ്രകടന പത്രികയാണ്. വാഗ്ദാനങ്ങൾക്കപ്പുറം those things are going to be implemented. പിന്നല്ലാതെ അത് ജനങ്ങളുടെ മനസ്സിൽ വളരെ ഉറച്ച ഒരു വിശ്വാസമാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അശോകൻ ചെരുവിൽ സാർ എനിക്ക് ഏറെ സ്നേഹമുള്ള, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് ഈ ക്രൈസിസ് മാനേജ്മെന്റ്, പ്രളയമായിക്കോട്ടെ, കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ, അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല. ഇവിടെ എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്, ആരോഗ്യരംഗത്തെ എല്ലാ പ്രവർത്തകരും, പ്രതിപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. മാത്രമല്ല ഇത്തരം സംഭവങ്ങളിൽ, അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ, ഫാമിൻസ് ആയിക്കോട്ടെ, മഹാമാരികളായിക്കോട്ടെ, അത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല. ഇറ്റ് ഈസ് അവർ റൈറ്റ്. എല്ലാം ഇയാൾക്കറിയാം.
ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. നമ്മുടെ അവകാശമാണ്, അത് കറക്റ്റായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരു സർക്കാർ അവകാശപ്പെടാൻ പാടില്ല. ജനങ്ങൾ പറയണം. പാർട്ടിക്കാരെല്ലാവരും, ഇടതുപക്ഷ സർക്കാരും സർക്കാരിന്റെ ആൾക്കാരും എല്ലാം പറയുന്നു, ഞങ്ങൾ കിറ്റ് തന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ. അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവവും പ്രതിഷേധവും എനിക്കുണ്ട്. അഭിമാനം ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ, ഈ വോട്ടർ പട്ടിക കാരശ്ശേരി സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു ജനാധിപത്യ സംസ്ഥാനത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അത് ഇലക്ഷൻ ഓഫീസർ പോലും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക അതിന് ഉത്തരവാദികളായ ഓഫീസർമാരെ, ഇലക്ഷൻ ഓഫീസർമാരെ, ഈ പട്ടിക തയ്യാറാക്കിയ ഓഫീസർമാരെ ഏതെങ്കിലും തരത്തിൽ അവരെ ഒരു ഷോ കോസ് നോട്ടീസോ അവരുടെ പേരിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി എടുത്തിരുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കുമായിരുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ മോശമാണ്. നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് മടുത്തു. കാരണം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തത് ഈ സർക്കാർ കഴിഞ്ഞ കാലത്ത് മുഴുവൻ ഡിഫൻസിലായിരുന്നു, എല്ലാം പ്രതിരോധിക്കുകയായിരുന്നു. ഞങ്ങൾ അതല്ല, അഴിമതിയല്ല, തെളിവ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യത്തിലും തെളിവ് കൊണ്ടുവരുമ്പോൾ അതിനെ പരിഹസിക്കുക. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജനാധിപത്യ വിശ്വാസ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളിലും സായാഹ്ന ചർച്ചകളിൽ ഇടതുപക്ഷ നേതാക്കൾ, ഇപ്പൊ അശോകൻ ചെരുവിൽ സാറൊക്കെ പറയുന്നത് എത്ര മാന്യമായിട്ടാണ്. അവരവർക്ക് ഇപ്പൊ കാരശ്ശേരി മാഷ് അദ്ദേഹത്തെ പോലും പരിഹസിക്കുന്ന തരത്തിൽ ഇവിടെ എന്തുമാത്രം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഷാനിക്കറിയാം. അതിനോടൊപ്പം ഞാൻ യോജിക്കുന്നില്ല. അത് ഏത് പാർട്ടിക്കാർ ചേർന്നാൽ അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. കഴിഞ്ഞ കാല സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ ഇങ്ങനെ ഓരോന്നായി, സ്പ്രിംഗ്ലർ ആയിക്കോട്ടെ, ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കരാർ, അത് പറയുമ്പോൾ എന്താ, അയാൾക്ക് തലയ്ക്ക് അസുഖമാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയാണ്, ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയാണ് തലയ്ക്ക് അസുഖമാണ്. 1,00,000 റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ. പിന്നെ മാത്രമല്ല, അശോകൻ ചെരുവിൽ സാർ പറഞ്ഞു നാടിന്റെ നായകൻ. ആ നായകൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം, സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. നായകന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി സാർ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് എടുത്തോ? ഇല്ല. UDF സർക്കാരിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. അതിപ്പോ ഇവിടെ ഭരിക്കപ്പെടാത്തതിന്റെ സുഖമില്ല, ഭരിക്കുന്നതിന്റെ ഒരു ഭാരം നമ്മുടെ ചുമലിൽ കയറ്റിവെച്ച ഫീലിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച് വേണം. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയാണ്, സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? ഓരോ ദിവസവും ഓരോ അഴിമതി, അത് ആരോപണങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിന് നേരെ ഇങ്ങനെ തുരുതുരെ ആരോപണങ്ങൾ വരുന്നത് അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ അതിന് സ്വഭാവത്തിന് യോജിച്ചാണ്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. വേർ ദ സ്റ്റേറ്റ് വിതേഴ്സ് അവേ, ഭരണകൂടം അലിഞ്ഞില്ലാതാകുന്ന അവസ്ഥ. ഇവിടെ ഭരണകൂടം ഓരോ ദിവസവും ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്ന അഴിമതിയുടെ കഥകൾ, ഇവിടെ കൊലപാതകത്തിന്റെ രാഷ്ട്രീയം, അതൊക്കെ തന്നെ എത്ര ജീവനുകളാണ് പൊലിഞ്ഞത്. ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അക്രമത്തിനെതിരാണ്, ഞാൻ അഹിംസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.